എൻ്റെ വീട്ടിൽ വെള്ളം കയറി കിടക്കുക. ഭാഗം മൊത്തവും വെള്ളമാണ്. എന്നെ വള്ളത്തേല ഇവിടെ കൊണ്ട് ഇറക്കിയത്. ഇറക്കുന്നത് മെമ്പർ കണ്ടതാണ്. അവിടുന്ന് വീട്ടിൽ നിന്ന് എടുത്ത് വള്ളത്തെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് എടുത്ത് എന്നെ ഇവിടെ കൊണ്ടിരുത്തിയത്. ഇവിടെ ഇരിക്കുക. എനിക്ക് അങ്ങോട്ട് വെള്ളം നീന്തി ആ സ്കൂളിലോട്ട് പോകാനൊക്കത്തില്ല. അവിടെ ചെന്നാൽ എനിക്ക് ബാത്റൂമൊക്കെ അവിടെ വെളിയിൽ. എനിക്ക് പോകാനൊന്നും അതിന് സൗകര്യം കിട്ടിയപ്പോൾ ഒരു വീടാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഈ അവസ്ഥയിലിരിക്കുന്ന ഞാൻ വെള്ളം നീന്തി സ്കൂളിൽ ചെന്നെങ്കിലേ എനിക്ക് സഹായം തരുത്തുള്ളൂ, അല്ലെ ഒരു ആഹാരം തരുത്തുള്ളൂ എന്ന് മെമ്പറും ഈ ജനപ്രതിനിധികളും പറയുന്നതാണോ ശരി? ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന കൊണ്ട് ഞങ്ങൾ എടുത്താൽ ഞങ്ങൾ ഇന്ന് വരെ ആഹാരം കഴിച്ചേക്കുന്നത്. ഞങ്ങളെ തിരക്കി മെമ്പറും വന്നില്ല, ഒരു ജനപ്രതിനിധികളും. മെമ്പർ ഇതിലെല്ലാം പോകുന്നുണ്ട്. ഞങ്ങളിവിടെ ഇത്രയും ആൾക്കാരുണ്ടോയെന്ന് പോലും അവർ തിരക്കുന്നുമില്ല, നോക്കുന്നുമില്ല. ഇതിലൊരു രാഷ്ട്രീയവും ഇല്ല, ഒന്നുമില്ല. ഈ ചേച്ചിയുടെ അവസ്ഥ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇത് നിരണം കൊമ്പങ്കേരിലുള്ള ക്യാമ്പാണ്. ഇവിടെ 12 കുടുംബങ്ങളാണ് ഈ അനൗദ്യോഗിക ക്യാമ്പിലുള്ളത്. അനൗദ്യോഗിക ക്യാമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് സർക്കാർ ഭക്ഷണം നിഷേധിക്കുകയാണ്. അവിടെ റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഇവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ജില്ലാ കളക്ടറും ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ഇതുവരെയും ഇവർക്ക് സർക്കാരിൻ്റെ ഔദ്യോഗികമായി ഒരു ഭക്ഷണം ലഭിച്ചിട്ടില്ല എന്നാണ് വസ്തുത. ഒരു അമ്മയോട് ചോദിക്കണം, അമ്മേ നിങ്ങളുടെ ഇവിടെ MLA യോ മെമ്പറോ ആരെങ്കിലും നോക്കി? ഒരുത്തരും വന്നില്ല, ഒരുത്തരും ഒന്നും തിരക്കിയില്ല. അല്ല, കഴിക്കാതെ എത്രയോ ദിവസങ്ങളിരുന്ന് എന്നിട്ട് പോലും അവരവിടെ ഭക്ഷണം ഒരുക്കുന്നുണ്ട്. പാത്രം തന്നാൽ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തരാം. എനിക്ക് നീന്താനോ കാലിന് രണ്ടിനും ബലമില്ല. അങ്ങനെ ഉള്ളിടത്ത് എനിക്ക് നീന്തി പോകാനൊക്കുമോ? ഒരു ബാത്റൂമിൽ പോകാനൊക്കത്തില്ല. ഒരാളുടെ സഹായം വേണം എനിക്ക്, ഇല്ലെങ്കിൽ എനിക്കൊന്നും നടക്കത്തില്ല. അവരും മനുഷ്യരും തിരക്കി വന്നിട്ടില്ല. ഇപ്പം നിങ്ങൾ മാത്രം തിരക്കി വന്ന് ഞങ്ങളോട് വിവരങ്ങൾ ചോദിച്ചതല്ലാതെ ഒരുത്തരും ചോദിച്ചിട്ടില്ല. ഗർഭിണികളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ക്യാമ്പാണ് അല്ലേ? ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഗർഭിണി ഉൾപ്പെടെ ഉണ്ട് ഈ ക്യാമ്പിൽ. ഞങ്ങൾക്ക് ഗർഭിണിയുണ്ട് ഒരാളെ, എൻ്റെ മോളായത്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ വെള്ളം കയറി ഞങ്ങൾക്കൊരാശ്രയം ഇല്ലാതായപ്പം ഇവിടുന്ന് രയിത്തും മോൻകുട്ടനും എല്ലാം കൂടെ വന്ന് അവളെ വള്ളത്തെ പിടിച്ച് കയറ്റി, എന്നെ വള്ളത്തെ കയറ്റി കൊണ്ടുവന്നു. അവർ അന്ന് തൊട്ട് കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞങ്ങൾ ആഹാരം വെച്ച് അവർ ഞങ്ങൾ ഇരിക്കുന്നിടത്ത് കൊണ്ട് തരുമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഇന്നേ വരെ ഞങ്ങൾ കഴിഞ്ഞു കൂടി. ഞങ്ങൾക്ക് ആരും ഒന്നും തന്നില്ല. ഞങ്ങളെ ആരും തിരക്കി. മെമ്പർ ഇതിലേ പോകുമ്പോൾ പോലും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അങ്ങനെ പോലും ഞങ്ങൾക്കൊരാശ്രയം ആരിൽ നിന്നും കിട്ടിയിട്ടില്ല. ഇതാണ് ഈ ചേച്ചിമാർ എങ്ങനെ രാഷ്ട്രീയം കളിക്കുന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി മെമ്പർ R സനൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇവർക്ക് ഭക്ഷണം എത്തിച്ച് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഭക്ഷണ കിറ്റ് ഇവർക്ക് പാകം ചെയ്യാനുള്ള സനൽകുമാർ സുമനസുകളുടെ സഹായത്തോടെ CPM നേതാവ് തന്നെ എത്തിയിരിക്കുകയാണ്. നമുക്ക് R സനൽകുമാറിനെ സംസാരിക്കാമെന്നാണ്. സല്ലേട്ട, പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ഇവർ രാഷ്ട്രീയം കളിക്കുന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ അങ്ങ് രാഷ്ട്രീയം കളിക്കുന്നു. എന്താണ് ശരിക്കും? ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ ഇന്നലെ സാധാരണഗതിയിൽ തിരുവല്ലായി വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ എല്ലാ കാലത്തും തിരു തോമസ് MLA-യുടെ കൂടെ ഞാൻ ഈ വീട്ടിൽ ക്യാമ്പ് പ്രവർത്തിച്ചപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാ കാലത്തും അങ്ങനെ വരുന്നതായതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ വൈകിയ ഇവിടെ വന്നത്. എന്നാ വെച്ച് കഴിഞ്ഞാൽ സാധാരണ മറ്റുള്ളിടത്തെല്ലാം പോകുന്ന പോലെ ഇവിടെ വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തവണ ഞാൻ പോലും വന്നത് വൈകിയായി പോയി എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇന്നലെ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഇവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇവരെ ഗ്രൂവൽ സെൻറ്ററുകൾ അനുവദിക്കുക എന്നുള്ളത് ആദ്യം രമേശ് ചെന്നിത്തല വന്ന് സമ്മതിച്ചു. അത് കഴിഞ്ഞ് അത് നടപ്പാക്കാതെ വന്നപ്പോൾ ഉത്തരവ് വേണമെന്നായിരുന്നു അന്നേരം ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു. അപ്പം ഞങ്ങൾ റവന്യൂ മന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ട് ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, അത് തുടങ്ങേണ്ടതാണല്ലോ, ഇതുവരെ ചെയ്തില്ലേ. വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം മനസ്സിലാകാൻ വേണ്ടി ഈ ഗ്രൂവൽ സെൻറ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് തിരുവല്ല, ഹരിപ്പാട്, അതുപോലെ നമ്മുടെ കുട്ടനാട്, ഈ മണ്ഡലങ്ങളിലെല്ലാം വെള്ളക്കെട്ടായിട്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളാണെങ്കിലും മുകളിലത്തെ നിലയുള്ളതുണ്ട്. അവർക്ക് ക്യാമ്പിൽ പോയില്ലെങ്കിൽ അത്യാവശ്യം ജീവസന്ധാരണം നടത്താൻ പറ്റുന്ന 2-3 കുടുംബങ്ങൾക്ക് ഒന്നിച്ച് കഴിയാൻ പറ്റുന്ന ഇതുപോലെയുള്ള വീടുകളുണ്ട്. ഇതിനെ 2018 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആ വലിയ പ്രളയം വന്നപ്പോൾ 4-5 പേർ കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന് പാചകം ചെയ്ത് കഴിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളുള്ളിടത്ത് ഭക്ഷണ സാധനങ്ങൾ റവന്യൂ വകുപ്പ് എത്തിച്ചു കൊടുക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം പൊതുപ്രവർത്തകരുടെ സഹായത്തോടെ അവർ ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം വരെ വണ്ടി ചെല്ലത്തുള്ളെങ്കിൽ വള്ളത്തെ പോയി പൊതുപ്രവർത്തകർ, അവർ മെമ്പർ തന്നെ ആവണമെന്നൊന്നുമില്ല, ചൂണ്ടിക്കാണിക്കുന്ന ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇത് എത്തിച്ചു കൊടുത്തതാണ്. ഞങ്ങൾ ധാരാളം ഈ വീട്ടിൽ തന്നെ എന്തുമാത്രം ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾ 2018 കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് വരുമ്പം ഇത് ചെന്നിത്തല ഗ്രൂവൽ സെന്ററുകൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ രമേശ് ചെന്നിത്തല ഇവിടെ 2ാമത്തെ ദിവസം വന്നപ്പോൾ തന്നെ പറഞ്ഞു എല്ലാ ക്യാമ്പുകളിലേക്ക് എല്ലാവരും കൂടെ. അപ്പോൾ പെട്ടെന്ന് വന്നൊരു പ്രളയമായതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യത്തിൽ വീടുകളിൽ തന്നെ കഴിഞ്ഞാലും
ഗ്രൂവൽ സെൻ്ററുകളായിട്ട് കണക്കാക്കി അതിനുള്ള സഹായം ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഒരാഴ്ചക്കാലം ഞാൻ പലരുടെയും പുറകെ നടന്നു. എൻ്റെ ജനങ്ങളെ സമീപിച്ചപ്പോൾ ഞാൻ MLA ശ്രദ്ധപ്പെടുത്തി. MLA പറഞ്ഞു ഉത്തരവില്ല, നടക്കത്തില്ലെന്ന് പറഞ്ഞു. രണ്ടാമതാണ് ഞങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രിയുമായിട്ട് കണ്ട് സംസാരിച്ചത്. ഇവർ ക്യാമ്പുകളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ക്യാമ്പുകൾ എന്നതുകൊണ്ട് സ്കൂളുകളിലോ മറ്റെവിടെയെങ്കിലും ഉള്ള ക്യാമ്പുകളെ പറ്റിയാണ് ഇവർ പറയുന്നത്. ക്യാമ്പുകൾ മാത്രമല്ല, സർക്കാരിനൊരു സഹായമാണ് ഗ്രൂവൽ സെൻ്ററുകൾ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊരു സഹായമാണ്. കാരണം ഇവർ പാചകവാതകം എത്തിച്ചു കൊടുക്കണ്ട, മറ്റ് സൗകര്യങ്ങളൊന്നും വേണ്ട, ഇവർക്ക് ഭക്ഷണം മാത്രം എത്തിച്ചു കൊടുത്താൽ മതി, മരുന്നുകളും. അപ്പം റവന്യൂ വകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്ന് എനിക്ക് ഇന്നലെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു അത് നടക്കുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ ഞാൻ ഇത്തരം ഒരു ഇടപെടൽ നടത്തിയപ്പോൾ അതിനെ രാഷ്ട്രീയമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിനെ സംബന്ധിച്ച് പ്രതികരിച്ചില്ല. കളക്ടറെ വിളിച്ചു. ഞാനപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരുടെ സങ്കടം കണ്ടുകൊണ്ട് കളക്ടറെ വിളിച്ചു. ഇവർ അതുപോലെ എന്നോട് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇവരെല്ലാം ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ, ഇവരിവിടെ ഇല്ല, താമസിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞൊന്നും ഞാൻ രാഷ്ട്രീയ കളി കളിച്ചു എന്ന്. എന്ത് രാഷ്ട്രീയമാണ് ഇവരുടെ രാഷ്ട്രീയമൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ പാർട്ടിക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ എൻ്റെ പാർട്ടിക്കാരാണേലും ആരാണേലും ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും മെമ്പറാണ്. ഇന്നലെ കളക്ടറെ വിളിച്ച് കളക്ടറും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കളക്ടറെ വിളിച്ചോണ്ടേ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ആ ക്യാമ്പിൽ ഇത് കിട്ടിയില്ലേ, ഗ്രൂവൽ സെൻ്റർ തന്നെ ആണോ? ഞാൻ പറഞ്ഞു ആണ് സാർ, ഇത്ര കുടുംബങ്ങൾ ഒന്നിച്ചിവിടെ താമസിക്കുന്നുണ്ട്, 35ഓളം പേര് ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്, ഇവിടെ 11 കുടുംബങ്ങളുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെയുള്ള ആരുടെയെങ്കിലും നമ്പർ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ എന്തായിട്ട് പേര്, ജയ്മോൻ എന്ന് പറയുന്ന ആളിൻ്റെ നമ്പർ കൊടുത്തു. ജയ്മോനെ വില്ലേജിൽ നിന്നും വിളിച്ചു. കളക്ടറേറ്റിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് എന്നെ ബിജുമോൻ എന്ന് പറയുന്ന താലൂക്കിലെ തഹസിൽദാർ എന്നെ വിളിച്ചു. ഞാൻ പരിമല നിൽക്കുമ്പോഴാണ് എന്നെ വിളിച്ചിട്ട് സല്ലേട്ടാ നാളെ രാവിലെ അവർക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ രാവിലെ ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ വില്ലേജ് ഓഫീസിൽ നിന്ന് ജയ്മോനെ വിളിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി, സാധനങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ സർക്കാരിൻ്റെ ഒരു മണി അരിയെങ്കിലും കിട്ടുന്നതിൻ്റെ സന്തോഷം കൊണ്ട് ജയ്മോൻ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് ജയ്മോനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾക്ക് സാധനം തരാൻ ഒക്കത്തില്ല, ക്യാമ്പ് ക്ലോസ് ചെയ്തിരിക്കുക. അത് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. അത് UDFൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് അത് വന്നിരിക്കുന്നത്. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്തായി 1 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഈ പഞ്ചായത്ത്. ഞങ്ങൾക്ക് 6 മെമ്പർമാർ LDFൻ്റെ. ഞാനതാണ് പറഞ്ഞത്. ഞാൻ പരസ്യമായി പറഞ്ഞതിൽ ഒരിടത്ത് പോലും ഞാൻ രാഷ്ട്രീയം ഉന്നയിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കൊടുക്കാതിരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. സംസാരിക്കുന്നുണ്ട്. സമയം ഉച്ചയ്ക്ക് 3 മണിയായി. ഇന്നലെ ഉറപ്പ് നൽകി 3 മണി വരെ ഈ ക്യാമ്പിൽ. ഇന്നലെ ഞാൻ വന്ന സമയം 2 മണിയാണ്. ഇന്നലെ ഞാൻ ഇവിടെ വന്നത് 2 മണിയോട് കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. 4 മണിക്കൂർ കഴിഞ്ഞിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഇവരെന്നെ വിളിച്ചു പറഞ്ഞു സാറേ അവർ തരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സുമനസ്സുകളുടെ സഹായത്തോടു കൂടി അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു ഭക്ഷ്യക്കിറ്റ് ഇത് അവർ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തതിനനുസരിച്ച് ഇതൊന്നുമില്ല. ഇടയ്ക്ക് DYFIക്കാരോ SFIക്കാരോ കൊണ്ടുവന്ന് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞു. അവർ കൊടുത്തു. പക്ഷെ ഞാനിവിടെ ഇടപെട്ട ഒരു കാര്യം കാരണം ഇതുങ്ങൾക്കിനി ഞാൻ രാഷ്ട്രീയം കളിച്ചുകൊണ്ടാണ് ഇതുങ്ങൾക്ക് നിഷേധിച്ചതെങ്കിൽ അവർക്കൊരു നേരത്തെ ആഹാരത്തിനുള്ളൊരു കിറ്റ് ഞാൻ പറഞ്ഞാൽ തിരുവല്ലയിൽ കേൾക്കുന്ന സുമനസ്സുകളുണ്ട്. അവരെന്നെ സഹായിച്ചതുകൊണ്ട് ഞാനിപ്പോൾ അവർക്ക് CPM എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വം. എന്തായാലും സർക്കാർ ഉപേക്ഷിച്ചാലും CPIM-ഉം അങ്ങും ഇവരെ ഞാനതുകൊണ്ടാണ് ഞാനോട് ഇടപെട്ടതിൻ്റെ പേരിലാണ് ഈ പാവങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏൽക്കുന്നു. ഇവർക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇവരോട് നിൽക്കും. അവിടെ കാര്യമുണ്ട്. അങ്ങ് ഇടപെട്ടത് ഇന്നലെയാണ്. ഇന്നലെ കൊണ്ടല്ലല്ലോ ഇവർക്ക് ഭക്ഷണം കിട്ടാത്തത്. ഇവർ 3-ാം തീയതി തുടങ്ങിയ ക്യാമ്പാണ്. ഞാൻ സാധാരണ ഈ തിരുവല്ലയിലെ എല്ലാ ക്യാമ്പുകളും ഞാൻ LDFൻ്റെ കൺവീനർ എന്നുള്ള നിലയ്ക്കും അല്ലാതെയും ഞാൻ നേരത്തെയും ഈ ക്യാമ്പുകളെല്ലാം സന്ദർശിക്കുന്ന ഒരാളാണ്. ഞാനപ്പോൾ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് എല്ലാ ക്യാമ്പിലും പോയി. ഇന്നലെ MLA പോകാത്ത ക്യാമ്പിൽ പോലും ഞാൻ പോയിട്ടുണ്ട്. ഞാനതിനൊന്നും ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇവർ കാണിച്ചൊരു MLAയുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലുണ്ട് അവർ ചങ്ങലയായിട്ട് നിന്ന് UDF നേതാക്കന്മാർ അവർക്ക് സൗകര്യമുള്ളിടത്തെല്ലാം കൊണ്ട് കൊടുക്കുന്നവർ കാണിക്കുന്നുണ്ട്. നല്ല പ്രവർത്തനങ്ങൾ നല്ലതായിട്ട് തന്നെ അംഗീകരിക്കുന്നു. പക്ഷേ ഇതല്ല, മനഃപൂർവ്വമായിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു പാവപ്പെട്ടവരെ അവഗണിക്കുന്നത്? അവർക്കൂടെ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ എന്താണ് കുഴപ്പം? അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ഒരു സുമനസ് തന്ന സാധനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടാണല്ലോ ഇത് കൊണ്ട് കൊടുക്കുന്നത്. നേരത്തെ തിരുവല്ല MLA മാത്യു തോമസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കൈവശം വരുന്ന ഒരു തരി പഞ്ചസാരയാണെങ്കിലും ഒരു മുട്ടസൂചിയാണെങ്കിലും സെൻറ്റ് ജോൺസ് കത്തീഡ്രൽ ഹാളിലാണത് സ്വീകരിച്ചത്. ഉദ്യോഗസ്ഥരാണ് അതെല്ലാം സ്വീകരിച്ചത്. MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പ്രത്യേകമായിട്ടൊരു റിലീഫ് എന്നും പറഞ്ഞിട്ടൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. ഞങ്ങളായി ഇറങ്ങിയതിനും ചോദ്യം ചെയ്തില്ല. എങ്ങനെയെങ്കിലും ആൾക്ക് സഹായം കിട്ടട്ടെ എന്നാണ് വിചാരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പ്രത്യേക കേന്ദ്രമാക്കി വെച്ച് അവിടെ വന്ന് സാധനങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടോ? ആര് കൊടുത്തു? ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ DC അംഗമായിട്ടുള്ള ഫ്രാൻസിസ് ആൻ്റണി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഒരക്ഷരം ആലോചിച്ചിട്ടില്ല. ഞങ്ങളെ ഇന്ന് വരെയുള്ള ഒരു കൂടിയാലോചന യോഗത്തിൽ വിളിച്ചിട്ടില്ല. മാത്യു തോമസ് എല്ലാവരെയും വിളിച്ചു ചേർത്ത് എല്ലാ ദിവസവും ഇന്നലെ UDFൻ്റെ നേതാവായിട്ടുള്ളൊരു മുൻ MLA കൂടിയായിട്ടുള്ള നേതാവ് കണ്ടപ്പോൾ പറഞ്ഞു മാത്യു തോമസ് എന്നെ എല്ലാ ദിവസവും അന്ന് വിളിക്കുമായിരുന്നു പ്രളയകാലത്ത്.
ഇത്തവണ ഇവർ ആരെ വിളിച്ചിട്ടുണ്ട്? ആളുകളെ ചേർത്ത് നിർത്തുന്നുമില്ല. ആളുകളെ ചേർത്ത് നിർത്തുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ക്യാമ്പിൽ വെച്ചാണ് ഞാൻ റവന്യൂ മന്ത്രിയെ കണ്ടത്. ക്യാമ്പിൽ വെച്ച് റവന്യൂ തീർച്ചയായും സൽകുമാർ പറഞ്ഞത് കാര്യമാണ്. നമ്മൾ സൽകുമാറാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരുന്നത്. റവന്യൂ മന്ത്രിയുടെ കാര്യം സംസാരിക്കുന്നു, ജില്ലാ കളക്ടറെ ഫോണിൽ വിളിക്കുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കാര്യം പറയുന്നു. ഇത് രാഷ്ട്രീയം കളിക്കുവാണെങ്കിൽ ഇവരോടൊക്കെ പ്രശ്നം പറയേണ്ട ആവശ്യമില്ല. അതാണ് നമുക്ക് ഈ ക്യാമ്പിൽ 1-2 ആളുകളോട് പറഞ്ഞ് നമുക്ക് ചോദിക്കുന്നുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ ഇപ്പോഴും കുടുംബാംഗങ്ങൾ വെള്ളപ്പൊക്കത്തെ ദുരിത കഴിയുവാണല്ലേ? ഇപ്പോഴും മുറ്റത്ത് വെള്ളമുണ്ട്. മുറ്റത്ത് മുറ്റത്തുള്ള വെള്ളമുണ്ട്. അത്രയും പെരിക്കാത്ത മുട്ടിന് മേളിൽ വെള്ളം നിന്നിട്ട് ആരും പഞ്ചായത്ത് മെമ്പർ ഒന്ന് വിളിച്ചു പോലും തിരക്കിയില്ല. എൻ്റെ ഒരു വയ്യാത്ത ഒരു ചേച്ചിയുണ്ട്, ഇപ്പം 57 വയസ്സുണ്ട്. ഇതുവരെ ആരും വിളിച്ചൊന്നും ചോദിച്ചൊന്നുമില്ല. പിന്നെ വെള്ളം അവിടെ കട്ടിൽ പൊക്കി വെച്ചാണ്, കട്ടിൽ 3 കട്ട വലിയ കട്ട പൊക്കി വെച്ചിട്ടാണ് അവളെ കിടത്തിയത്. നിങ്ങൾക്കാണ് സഹായം എത്താഞ്ഞത്? ഞങ്ങൾക്ക് ഒരു സഹായവും കിട്ടിയിട്ടില്ല. ഞങ്ങൾ 2 ദിവസം അവക്കാണെങ്കിൽ കട്ടൻ കാപ്പിയൊക്കെ മതി. അപ്പോൾ അത് ഉണക്കം ഇല്ലാതിരിക്കുമായിരുന്നു. ഇപ്പം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാണ് ഹസ്ബൻഡും മോനും പോയി ആലന്തൂരത്തിൽ പോയി സാധനം മേടിച്ചത്. വലിയ ബുദ്ധിമുട്ടാണല്ലേ? ആണ്. ഇവിടെ ചേച്ചിയുടെ കാലിനൊക്കെ വലിയ വേദനയും വേദന. എനിക്ക് നിൽക്കാൻ ഒത്തിരി നേരമൊക്കെ ഒക്കത്തില്ല. ഞാൻ മുട്ട നീന്തേണ്ടി വരും. അങ്ങനെ 2 കാലും ഇങ്ങനെ ഇരുന്ന. ഇത്രമേൽ ബുദ്ധിമുട്ടുന്ന ഈ 11 കുടുംബങ്ങൾക്കാണ് സർക്കാർ സംവിധാനങ്ങൾ ഔദ്യോഗിക ക്യാമ്പല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആനുകൂല്യങ്ങൾ നൽകാഞ്ഞത്. തീർച്ചയായിട്ടും ഈ വാർത്ത സംസ്ഥാനത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ കാണണം. ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കണം. ക്യാമറമാൻ അഖിലേഷ് കൊടുമ്പൻ്റൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.